ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെയാൾ, നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ്. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം നമുക്ക് വിശുദ്ധിയിൽ നമുക്ക് ജീവിതം നയിക്കാൻ സാധിക്കും. നമുക്ക് ആത്മാവിൽ ശക്തിപ്പെട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമാണ്. സഹായകനാണ്. യേശുവിലോട്ട്, ദൈവത്തിലോട്ട് നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവത്തിലോട്ട് ആനയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവിനോട് നമ്മൾ എപ്പോഴും കണക്റ്റ് ആയിരിക്കണം. പരിശുദ്ധാത്മാവിനോട് എപ്പോഴും നമ്മൾ സഹായം ചോദിക്കണം. എന്തിനൊക്കെയാണ് നമ്മൾ സഹായം ചോദിക്കണ്ടേ? ആത്മാവിൽ നിറയാൻ, ആത്മാവിനാൽ ശക്തിപ്പെടാൻ, ആത്മാവിനാൽ നയിക്കപ്പെടാൻ. ഇതിനൊക്കെ നമുക്ക് സഹായകൻ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ ബലഹീനതകളും നമ്മുടെ തഴക്കദോഷങ്ങളും, നമുക്ക് എന്തിനൊക്കെ കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് കഴിയുമ്പം അതെല്ലാം മാറിപ്പോകും. ജെറമ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ഹൃദയത്തിൽ മലിനത നിറയുന്നു. നമ്മുടെ ഹൃദയം ഈ ലോക കാര്യങ്ങളിൽ വ്യഗ്രതയും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ പെട്ടെല്ലാം മലിനമായിരിക്കുകയാണ്. അപ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിച്ച് പവിത്രീകരിക്കാനൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 16:7 പറയുന്നു, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിനെ അറിയുക എന്നത് ക്രിസ്തുവിനെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള വഴിയാണ്. സ്വന്തം പ്രയത്നത്താൽ നമുക്ക് യേശുവിനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നടക്കത്തില്ല. സഹായകനായ പരിശുദ്ധാത്മാവിലൂടെ. ഈ വചനത്തിൽ നമ്മളിപ്പോൾ കണ്ടല്ലോ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതെന്നൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ നടക്കേണ്ട വഴി ഏതെന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തരും. വീണ്ടും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും.
അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. യേശു ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണിത്, അല്ലേ? ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ അതൊക്കെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സഹായകൻ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എപ്പോൾ സഹായകൻ നിങ്ങളുടെ ഉള്ളിൽ വരുന്നോ അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമുക്ക് കാണാൻ സാധിക്കും, സഹ്യോൻ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയപ്പോൾ അവർ ആത്മാവിനാൽ ശക്തിപ്പെട്ട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20, 21, 22 വാക്യങ്ങളിൽ യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അതുപോലെ 3 വർഷക്കാലം യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ കൂടെ നടന്ന യേശു. എന്നിട്ടും അവർക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അവർ ഭയമുള്ളവരായിരുന്നു, അല്ലേ? അപ്പോഴാണ് വിശുദ്ധ തോമസ് ലീഹ പറയുന്നത്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം എന്ന്. അതേപോലെ തന്നെ അവർ എല്ലാ ബലഹീനതകളുമുള്ള മനുഷ്യരായിരുന്നു. വിശുദ്ധ പത്രോസ് ലീഹ ഭടന്മാരിൽ ഒരുവന്റെ ചെവി ഛേദിക്കുന്നുണ്ട് വാളൂരി. അതേപോലെ സെബദി പുത്രന്മാരെ അവർ പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് ഇടിമിന്നലിറക്കി ഇവരെ വധിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന്. അതുപോലെ തന്നെ സെബദി പുത്രന്മാരുടെ മാതാവ് വന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള, എൻ്റെ മക്കളെ ഇടത്തും വലത്തും ഇരുത്തണത്. അപ്പോൾ അധികാരത്തോട് ആഗ്രഹമുള്ള, ഈ ലോകത്തിൻ്റെതായ വഴിയിൽ ജീവിച്ചിരുന്ന ശിഷ്യന്മാരായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നപ്പോഴും അവർക്ക് വലിയ മാറ്റം സംഭവിച്ചില്ല. അതാണ് യേശു പറയുന്നത്, ഞാൻ പോയാലാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ആ സഹായകനെ ഞാൻ അയക്കും. അവനെ നിങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അത് നമുക്ക് സുവിശേഷത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് കൊറിന്തോസ് 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. നമ്മുടെ പ്രത്യാശ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, അല്ലേ? ഈ ഭൂമിയിൽ 80, 90, ഏറിയാൽ 100 വർഷം ജീവിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ അർപ്പിച്ച് നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ പലതും ത്യജിക്കുന്ന ഒക്കെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴും ഈ ലോകത്തിലല്ലാത്തതുപോലെ ജീവിക്കാനും, നമ്മൾ ഒരു പ്രവാസത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ജീവിക്കുവാനും, നിത്യതയിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് വേണ്ടി ജീവിക്കുവാനുമുള്ള ഒരു ജീവിതമാണ് ഓരോ ക്രിസ്ത്യാനിക്കും യേശു കാണിച്ചു തന്ന മാതൃകയും അതാണ്. യേശു മനുഷ്യനായി ജീവിച്ചു, മരിച്ച് ഉത്ഥാനം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് സ്വർഗത്തിൽ വസിക്കുന്ന, ഇന്നും ജീവിക്കുന്നവനായ യേശു. എഫെസൂസ് 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ
നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ്? പരിശുദ്ധാത്മശക്തി അല്ലേ? യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പോയി കഴിയുമ്പം സഹായകനെ നിങ്ങൾക്ക് അയക്കുമെന്ന്. ആ സഹായകൻ, ആ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പം നമുക്ക് ഈ ലോകത്തിലും സ്വർഗത്തിലും എത്തുന്നതിനും അവിടെ ജീവിക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ മേൽനോട്ടത്തിലാണ്. പരിശുദ്ധാത്മാവും നമ്മെ നയിക്കും. ഭൗതികമായ കാര്യമായാലും ആത്മീയമായ കാര്യമായാലും ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ യേശുവേ ഇത് തരണേ അത് തരണേ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുത്രന്മാരാണ് അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ പുത്രരാണ്. നമ്മൾ ദാസന്മാർ, നമ്മൾ യാചകരല്ല. ഇക്കാര്യം നമുക്ക് എപ്പോഴും ആ ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കാം. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതാണ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി കർത്താവിൻ്റെ മനസ്സിലുണ്ട്. കണ്ടോ, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. ഒരിക്കലും ഒരപ്പൻ തൻ്റെ കുഞ്ഞിൻ്റെ നാശത്തിന് വേണ്ടിക്കൊന്നും ചെയ്യുന്നില്ല. സ്നേഹമുള്ള പിതാവ് ഇവിടെ പറയുന്നുണ്ടല്ലോ, മക്കൾ അപ്പം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മീൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പകരം പാമ്പിനെ കൊടുക്കുന്ന ഏത് പിതാവാണുള്ളത് എന്ന്. അപ്പോൾ അതിനേക്കാൾ എത്രയോ അധികമായി സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നൽകുകയില്ലേ എന്നുള്ള ആ ഒരു ചോദ്യം ദൈവമായ നമ്മുടെ പിതാവ്, സ്വർഗീയ അപ്പച്ചൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വേദനയാണ്. നമ്മൾ പദ്ധതികളും ഒക്കെ വിഭാവനം ചെയ്യുമ്പോൾ അത് തകർന്നടിയുന്നു. എന്നിട്ട് അതിൻ്റെ പുറകെ നമ്മൾ ടെൻഷനും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടാണോ? ദൈവം പദ്ധതി നമ്മളെക്കുറിച്ചുള്ള വിഭാവനം ചെയ്യും. അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ളതാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്, ദൈവം വിഭാവനം ചെയ്തേക്കുന്നത്. ആ പദ്ധതിക്കൊപ്പം നമുക്ക് ജീവിക്കാം. എപ്പോഴും സഹായകനോട് നമുക്ക് എപ്പോഴും സഹായം ചോദിക്കാം. ഒരു കൊച്ചു കുഞ്ഞ് എപ്പോഴും പേരൻസിനോട് സഹായം എപ്പോഴും അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ? എപ്പോഴും പേരൻസിനെ ആശ്രയിച്ചാണ് അവൻ ജീവിക്കുന്നത്. അതേപോലെ എപ്പോഴും പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നടക്കുന്നത്. 1 കൊറിന്തോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം ഇതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആത്മാവ് നമ്മുടെ ഉള്ളിൽ ചലിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനൊക്കെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും അല്ലേ? അതാണ് ഈ വചനത്തിൽ പറയുന്നത്. എന്നാൽ നമുക്ക് ദൈവം ഇതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു.
നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ യേശു ആരാണെന്ന്, യേശുവിനെ പൂർണ്ണമായ അർത്ഥത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ വെളിപ്പെടുത്തി തരാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമുക്ക് ശക്തി പ്രാപിക്കും. നമ്മളെ സാക്ഷികളാക്കി മാറ്റും. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ? നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നമുക്ക് പാപബോധവും ഒക്കെ പരിശുദ്ധാത്മാവ് മുഖേനയാണ് നമുക്ക് ലഭിക്കുന്നത്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ജ്വലിക്കുമ്പോൾ. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായി പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദൈവവചനം നമ്മളെ അനുസ്മരിപ്പിക്കും. നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരും പരിശുദ്ധാത്മാവ്. വീണ്ടും റോമർ 5:5 പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കണ്ടോ, നമുക്ക് നിരാശയും അസ്വസ്ഥതകളും സ്നേഹിക്കപ്പെടാത്ത ആ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെടും. നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു താളവും ചലനവും ഒരു രൂപവും ഒക്കെ ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ പിതാവിൻ്റെ അടുത്തിൽ നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകാനായിട്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് യേശുവിലോട്ടാണ് നമ്മളെ അടുപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശുശ്രൂഷ മേഖലയിലേക്ക്, ദൈവത്തിൻ്റെ വിളവധികം വേലക്കാരെ ചുരുക്കം, അതിനാൽ വിളഭൂമിയിലോട്ട് ആളയക്കാനായിട്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയും നമ്മൾ ശുശ്രൂഷകരും സാക്ഷികളുമൊക്കെ ആക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് വന്നു നമുക്ക് സാധിക്കും. യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നറിയാനായിട്ട് 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്ന
ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും വരദാന ഫലങ്ങളാൽ നമ്മെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും, ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. കണ്ടോ, നമുക്ക് വിവേകമുണ്ടാകണമെങ്കിൽ, ജ്ഞാനത്തിൽ നമ്മൾ നിറയണമെങ്കിൽ, വിശ്വാസത്തിൽ നമ്മൾ നിറയണമെങ്കിൽ, നമുക്ക് രോഗശാന്തിയൊക്കെ ലഭിക്കണമെങ്കിൽ, പ്രവചനവരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം, ഭാഷാവരം, വ്യാഖ്യാനിക്കാനുള്ള വരം, വചനം വ്യാഖ്യാനിക്കാനുള്ള വരം ഒക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാലേ നമുക്കത് ലഭിക്കത്തുള്ളൂ. റോമർ 8:11 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നമുക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവും കൊണ്ടാണ്, അല്ലേ, തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നമ്മുടെ പാപം മൂലം മരിച്ച അവസ്ഥകൾ ഉയർപ്പിക്കും. ആത്മീയ പരിപാടി നമുക്ക് പലപ്പോഴും പലരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയാണ്, പക്ഷേ ആത്മീയമായിട്ട് ചടങ്ങിന് അല്ലെങ്കിൽ പേരിനൊരു ക്രിസ്ത്യാനി അല്ലാതെ വിശ്വാസത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് മാറാനൊക്കെയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. ഉണർവിൻ്റെ ഒരു വരം ലഭിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് വന്നാലാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. റോമർ 8:13 ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. നമ്മൾക്ക് ജീവൻ വേണമെങ്കിൽ, നമ്മൾ ജീവിക്കണമെങ്കിൽ, കണ്ടോ, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഈ ലോകത്തിൻ്റെ വഴിയെ പോയിട്ടുണ്ടെങ്കിൽ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല, ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു ഇതായിട്ട് എല്ലാ ഫ്രീഡവും ആസ്വദിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, ജഡികരായിട്ട് നമ്മളാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നീ മരിക്കും. അത് നമ്മുടെ ആത്മീയമായ മരണമാണ്. നമുക്ക് നിത്യനാശത്തിലോട്ട് ആത്മാവ് പോകുന്ന ഒരു മരണം. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ, ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കോപവും അഹങ്കാരവും നമ്മുടെ ജഡിക പ്രവണതകളും ഈ ലോകത്തിൻ്റെ വഴിയെ പോകാതെ ആത്മീയതയിൽ ആത്മാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജീവിക്കും. നിത്യജീവനിലോട്ട് നമ്മൾ പ്രവേശിക്കും. വീണ്ടും 1 കൊറിന്തോസ് 3:16 നമുക്ക് കാണാം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ദൈവം നമുക്കായിട്ട് തന്നിരിക്കുന്ന ദാനങ്ങൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, നമുക്കതൊക്കെ പ്രാപിക്കണമെങ്കിൽ
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണം. എന്നാലാണ് ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും എല്ലാ വരങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ച് ദൈവത്തിൻ്റെ പുത്രരായിട്ട് നമ്മൾ മാറുന്നത്. ആ സ്വർഗീയ സന്തോഷത്തിലോട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ആ ഏദേൻ തോട്ടത്തിലോട്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതെന്ന്. പരിശുദ്ധാത്മാവ് സഹായകനായി നമ്മെ സഹായിക്കുന്നു, ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നു, നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഏതൊരവസ്ഥയിലായാലും നമ്മൾക്ക് ശക്തിയോടുകൂടി ഉണർവോടുകൂടി നിൽക്കാൻ പറ്റുന്നു. യേശുവിൻ്റെ സാക്ഷിയാക്കി നമ്മളെ മാറ്റുന്നു, യേശുവിൻ്റെ ശുശ്രൂഷകരാക്കി മാറ്റുന്നു. പാപബോധവും പശ്ചാത്താപവും നമുക്ക് നൽകുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുകയും വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലോട്ട് ചൊരിയുന്നു പരിശുദ്ധാത്മാവ് വഴിയാണ്. ജീവിതത്തിനൊക്കെ നമുക്ക് ഒരു ഓർഡർ, ഒരു ക്രമം ലഭിക്കുന്നു, ക്രമം തരുന്ന പരിശുദ്ധാത്മാവ്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ നമുക്ക് സാധിക്കുകയില്ലെന്ന് വചനം പറയുന്നു. നമ്മളെ വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു പരിശുദ്ധാത്മാവ്. നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നു, നമുക്ക് ജീവൻ ലഭിക്കുന്നു, ദൈവീക ജീവൻ നമ്മൾ പ്രദാനം ചെയ്യുന്നു. ശരീരത്തിൻ്റെ പ്രവണതകളെ നിഹനിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവ് മുഖേനയാണ് സാധിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് വിശ്വസിക്കുകയും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനായി പ്രാർത്ഥിക്കുകയും വേണം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലോട്ട് ക്ഷണിക്കാം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, മനസ്സാക്ഷിയുടെ സ്വരം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നിരന്തരം പ്രാർത്ഥിക്കാം, നിരന്തരം പ്രയത്നിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ ജീവിതം ആത്മാവ് നയിക്കുന്ന വഴിയെ പോകും. സ്വർഗീയ സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.